നിങ്ങൾ പെട്ടെന്ന് ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ നോക്കുന്ന സമയത്തായിരിക്കും ആ ഒരു ട്രെയിൻ ടിക്കറ്റിൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റ് 300, 400, 500 ഒക്കെ കാണിക്കുന്നത്. എങ്കിൽ ഇങ്ങനെ വെയിറ്റിംഗ് ലിസ്റ്റ് കാണിക്കുന്ന ഏതൊരു ട്രെയിൻ ടിക്കറ്റും നിങ്ങൾക്കത് അവൈലബിൾ ആക്കിക്കൊണ്ട് അത് കൺഫേം ചെയ്ത് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ അവസാനം വരെ കാണുക, എങ്കിൽ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താനായിട്ട് തരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ ഇത്തരത്തിൽ വരുന്ന എല്ലാ യൂസ്ഫുൾ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത് IRTCയുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ഏരിയയിലും വയ്ക്കുന്നുണ്ട്. ഓക്കെ, ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഇവിടെ നിങ്ങൾ രജിസ്റ്ററും കാര്യങ്ങളൊക്കെ ചെയ്യുക. രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാനിവിടെ സ്കിപ്പ് ചെയ്ത് കളയാണ്. രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിച്ച് വെച്ചിരിക്കുക, നിങ്ങൾ കൊടുക്കുന്ന പാസ്വേഡ് ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത്. പാസ്വേഡ് മറന്നു പോയി കഴിഞ്ഞാൽ ഈ ഒരു ട്രിക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. ആപ്ലിക്കേഷൻ എല്ലാം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാൻ സാധിക്കും. ഈ കാണുന്ന അക്കൗണ്ട് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് മൈ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ കാണുന്ന മൈ മാസ്റ്റർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആഡ് പാസഞ്ചർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ നിന്നും നിങ്ങൾ എത്ര പേര് ട്രാവൽ ചെയ്യുന്നുണ്ട് അവരുടെ എല്ലാം ഡീറ്റെയിൽ നിങ്ങൾ ഇവിടെ കൊടുക്കുക. 4 പേർക്കാണ് ട്രെയിൻ ടിക്കറ്റ് അവൈലബിൾ ആയിട്ട് വേണ്ടതെങ്കിൽ ആ 4 പേരുടെ ഡീറ്റെയിൽ ആഡ് പാസഞ്ചർ കൊടുത്തുകൊണ്ട് അവരുടെ എല്ലാം ഡീറ്റെയിൽ ഇതുപോലെ കളക്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഒരാളാണെങ്കിൽ അവരുടെ മാത്രം ഡീറ്റെയിൽ ഇതുപോലെ കൊടുക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇനി ഏത് ട്രെയിനിലാണോ പോവേണ്ടത് ആ ഒരു ട്രെയിൻ നിങ്ങൾ ഇവിടെ സെർച്ച് ചെയ്തെടുക്കുക. ഓക്കെ, ഇവിടെ ട്രെയിൻ സെർച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ വെയിറ്റിംഗ് ലിസ്റ്റ് ആണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു വെയിറ്റിംഗ് ലിസ്റ്റുള്ള ടിക്കറ്റ് നമുക്ക് എങ്ങനെ കൺഫേം ചെയ്യാൻ സാധിക്കുന്നു വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിലായിട്ട് നിങ്ങൾക്ക് ജനറൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതൊന്ന് ചൂസ് ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴെയായിട്ട് തൽക്കാൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി കാണാൻ സാധിക്കും. ഈ തൽക്കാൽ ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഞാൻ പോകാൻ ഉദ്ദേശിച്ച ആ ഒരു ജനശതാബ്ദിയുടെ ടിക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അവിടെ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി എനിക്ക് ആ ഒരു ടിക്കറ്റ് അവിടെ നിന്ന് കൺഫേം ആക്കി ബുക്ക് ചെയ്യാൻ സാധിക്കും. വെറുതെ നിങ്ങൾ ഈ ഒരു തൽക്കാൽ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വരത്തില്ല. നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, നിങ്ങൾ ബുക്ക് ചെയ്യേണ്ട ഒരു ടൈം ഉണ്ട്, അതും കൂടി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. നാളെയാണ് നിങ്ങൾക്ക് ട്രെയിനിൽ പോവേണ്ടതെങ്കിൽ ഇന്ന് രാവിലെ 11 മണിക്കും 11:15 ഇടയ്ക്ക് വെച്ച് തന്നെ ആ ഒരു ട്രെയിൻ ടിക്കറ്റ് ഈ ഒരു തൽക്കാൽ ഓപ്ഷൻ കൊടുത്തുകൊണ്ട് നിങ്ങൾ ബുക്ക് ചെയ്യണമെങ്കിൽ മാത്രമേ ടിക്കറ്റ് അവൈലബിൾ ആയി കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് ഏത് ഡേറ്റിലാണോ പോയത് ആ ഡേറ്റിൻ്റെ തലേ ദിവസത്തുള്ള ഡേറ്റിൽ രാവിലെ 11 മണിക്കും 11:15 ഇടയ്ക്ക് വെച്ച് ബുക്ക് ചെയ്യുക എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. അവൈലബിൾ ആയി വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എത്ര പേർക്കാണ് പോയത് ആ ഡീറ്റെയിലും കാര്യങ്ങളും ഇവിടെ ചൂസ് ചെയ്ത് കൊടുത്തോളൂ. ഓൺലൈനായിട്ട് പൈസ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ടിക്കറ്റ് അവിടെ നിന്ന് കൺഫേം ആക്കി എടുക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു തൽക്കാല ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ബുക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇന്റർനെറ്റ് ഫാസ്റ്റ് ആയിരിക്കും. തൽക്കാല ഓപ്ഷനിൽ കുറച്ച് ടിക്കറ്റുകൾ മാത്രമേ കാണത്തുള്ളൂ. അതേ ദിവസം രാവിലെ 11 മണിക്കും 11:15 ഇടയ്ക്ക് നിങ്ങൾ ഈ ഒരു തൽക്കാല ഓപ്ഷൻ കൊടുത്തുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റുള്ള ഏതൊരു ട്രെയിൻ ടിക്കറ്റും നിങ്ങൾക്ക് അത് അവൈലബിൾ ആക്കി കൺഫേം ചെയ്തെടുക്കാൻ സാധിക്കും. വീഡിയോസ് ഫ്ലൈയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യണം. നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ എടുത്തിരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ കൂടി ശ്രമിക്കാം. ഇതിലും നല്ലൊരു അറിവുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.